നീറ്റ് UG പുനഃപരീക്ഷ നടക്കാനിരിക്കുകയാണ്. പക്ഷേ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിൽ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. ജന്തർ മന്ദറിൽ നിന്ന് ഒഴിയണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ തയ്യാറായില്ല. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും പ്രവർത്തകരും വേദിയിൽ തുടരുകയാണ്. അതേസമയം വേദിയിലേക്കുള്ള വൈദ്യുതി ബന്ധം പോലീസ് വിച്ഛേദിച്ചു. വെള്ളം വിതരണം ചെയ്യുന്നതും പോലീസ് തടഞ്ഞു. പിന്നാലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും വെള്ളം വിതരണം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് കൃത്യമായ പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു എങ്കിൽ അതിലൂടെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന തിരിച്ചറിവിൽ CJP ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ജന്തർ മന്ദറിൽ നിന്ന് പോലീസിനെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് നടപടിയിലൂടെ മാത്രമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു നീക്കം തൽക്കാലം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇല്ല. സമരം തുടരുകയാണ്. നാളെ നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്ന സമയത്ത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരം ജന്തർ മന്ദറിൽ തുടരുകയാണെങ്കിൽ അതിന് രാജ്യവ്യാപകമായ ഇമ്പാക്ട് ഉണ്ടാകും. ഉറപ്പായും അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടിയിലേക്ക് പോയൊരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന നിലയിൽ പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ നിർദ്ദേശവും ലഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് സമരം തുടങ്ങിയത്. മാധു പറഞ്ഞതുപോലെ ഈ മാസം 6-ാം തീയതിയാണ് ആദ്യ സമരം ദില്ലി ജന്തർ മന്ദറിൽ പരസ്യ പ്രതിഷേധം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്നത്. പിന്നീട് രാജ്യവ്യാപകമായി ബംഗളൂരുവിലും ഹൈദരാബാദിലും നാഗ്പൂരിലും അമൃത്സറിലുമെല്ലാം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച ശേഷമാണ് വീണ്ടും ജന്തർ മന്ദറിലേക്ക് എത്തിയത്. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് അനുമതി ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാത്രി വൈകിയും ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. 5 മണിയായപ്പോൾ തന്നെ പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. വളരെ വേഗം ഇവിടെ നിന്നും പിരിഞ്ഞു പോകണം എന്നുള്ളതായിരുന്നു. പിന്നീട് വലിയ തോതിൽ 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി കുറെ അധികം പ്രവർത്തകരെ ബലമായി പിടിച്ചിവിടെ നിന്നും പുറത്തേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്ന നിലപാട് എടുത്തു. അഭിജിത് ദീപ്കെ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴും സമരം തുടരുകയാണ്. അതിനിടെ ഇരുട്ട് വന്നതോടുകൂടി ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു. നേരത്തെ മൈക്കിന് അനുമതി ഉണ്ടായിരുന്നു, വെളിച്ചവും നൽകിയിരുന്നു. അത് രണ്ടും പൂർണ്ണമായി കട്ട് ചെയ്തു. വെള്ള വിതരണവും അതിനുള്ള അനുവാദവും നൽകിയിരുന്നില്ല. പിന്നീട് വലിയ തോതിൽ പ്രതിഷേധം ഇതിനുള്ളിലുണ്ടായി. അതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിച്ചവും വെള്ള വിതരണത്തിന് അനുമതിയും നൽകിയിരിക്കുന്നത്. സമരം നാളെ വൈകുന്നേരം വരെ സമരത്തിന് അനുമതി വേണമെന്നാണ് ഇപ്പോൾ പോലീസിനോട് CJP പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൽക്കാലം നടപടിയിലേക്ക് പോലീസ് പോകുന്നില്ല. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ തുടരാൻ CJP അനുവദിച്ചേക്കും. മാധു പറഞ്ഞതുപോലെ നാളെ നീറ്റിന്റെ പുനഃപരീക്ഷ നടക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ഉണ്ട്. അതിനിടെ ഒരു നടപടിയിലേക്ക് പോയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലയിലാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം ഇപ്പോഴും ദില്ലിയിൽ തുടരുകയാണ്, ജന്തർ മന്ദിറിൽ തുടരുകയാണ്. നാളെ വൈകുന്നേരം വരെ സമരം നടത്താൻ അനുമതി വേണം എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ? കാരണം സമരം പ്രധാൻ രാജിവെക്കുന്നത് വരെയും സമരം എന്നുള്ളതാണ് ദീപ്ക അടക്കം പറയുന്നത്. സ്വാഭാവികമായും ആ സമരം നീളുകയില്ലേ? ഉറപ്പായും അതിനുള്ള സാധ്യതയുണ്ട്. ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ ഇപ്പോൾ 100-ൽ താഴെ പേർ മാത്രമേ നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. രാവിലെ 1000-ത്തിലധികം യുവാക്കൾ പ്രവർത്തകർ ഇവിടേക്ക് വന്ന് നമ്മൾ കണ്ടു. വലിയ ജനക്കൂട്ടമായിരുന്നു, വലിയ പ്രതിഷേധമായിരുന്നു. പാത്രവും സ്പൂണുമായി വരണവും എന്നുള്ളതായിരുന്നു ആഹ്വാനം. അതനുസരിച്ച് ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പാത്രം കൊട്ടി പ്രതിഷേധിക്കുന്നു, പാട്ടുപാടി. അങ്ങനെ ദീർഘകാലത്തേക്കുള്ളൊരു പദ്ധതി തന്നെ CJPയുടെ മനസ്സിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നാളെ വൈകുന്നേരമായാൽ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം സമയമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും പോലീസിന് കത്ത് നൽകാനുള്ള സാധ്യതയുണ്ട്. രാജ്യവ്യാപകമായ ഒരു മൂവ്മെന്റ് ആക്കി ഇത് മാറ്റാനാണ് ഇപ്പോൾ CJP ഉദ്ദേശിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെയും CBSE വീഴ്ചയുടെയും മൂല്യനിർണ്ണയ വീഴ്ചയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യമായി CJP മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും രാത്രി വൈകിയും ഇപ്പോൾ സമരം ദില്ലി ജന്തർ മന്ദറിൽ തുടരുകയാണ്. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നു രാത്രി പാർട്ടികൾ പിരിഞ്ഞു പോകുന്നില്ല. നാളെ വൈകുന്നേരം വരെ സമരം തുടരാനുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പോലീസ് അതിന് അനുമതി നൽകിയില്ല എങ്കിലും CJP പ്രവർത്തകർ അവിടെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്.